എങ്ങനെയുണ്ടായി ഒരു ചടങ്ങ്? വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കേരളത്തിൽ വന്ന് കണ്ടത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരെയാണ്. ബാംഗ്ലൂരിൽ സവർണ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് BJPയുടെ. ഏറ്റവും ഭംഗിയായിട്ട് കേരളത്തെ സുരക്ഷിതമായിട്ടും ഏറ്റവും ഇംപ്രൂവ്മെൻ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന, വിശ്വാസത്തോടു കൂടി കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ ആദ്യം എത്തുന്നതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്നത്തെ ന്യൂസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കോടിയാണ് ഇവിടുത്തെ ഇംപ്രൂവ്മെൻറ്റിന് നമ്മുടെ മോദിജി അനുവദിക്കുന്നതെന്ന് നിങ്ങൾക്ക് വെരി ഷോർട്ട്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ജനങ്ങളും ഏകദേശം 25,000 പേര് ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെയധികം ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ ഏതോ രീതിയിൽ 10 വർഷം കൊണ്ട് വളർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ഒരു മാറ്റമില്ല, മുന്നോട്ട് BJP തന്നെ. ജയ് ഹിന്ദ്, BJPക്ക് ജയ് ഹിന്ദ്. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ 2020 ആൾക്കാരാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ 2020 ഏറ്റവും ഫ്രണ്ടിൽ വന്നു. അമ്പൻ പ്രഖ്യാപനങ്ങളുണ്ടാവും. സാറ് പ്രഖ്യാപിക്കും. എങ്ങനെ കാണുന്നു ഈ ഒരു മുന്നണി ആയിട്ട് ചേർന്ന് മുന്നോട്ട് പോകുന്ന കാര്യം? വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലടക്കം ഈ ഒരു നിയമസഭ തുടർന്നും ഉണ്ടാവും. നമസ്കാരം, ഞാൻ കുന്നത്തോട് നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. ജിബി എബ്രഹാം. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ അലയൻസിനെ കാണുകയാണ്. കാരണം കാലാകാലങ്ങളായി 2020 എന്ന് ഉദയം കൊണ്ട അന്ന് മുതൽ തന്നെ UDF LDF ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവർ വലിയൊരു മഹാസഖ്യം രൂപീകരിച്ചാണ് ഈ 2020 പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത് വികസിത കേരളവും വികസിത ഇന്ത്യയും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ലക്ഷ്യങ്ങളും പ്രത്യേകിച്ച് BJPയുടെ കേരളത്തിൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വവും ഒപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ സാബു ജേക്കബിൻ്റെ വികസിതമായ കാഴ്ചപ്പാടും ഒരുമിക്കുന്നത് പുതിയ ഒരു കേരളത്തിലാണ്. ആ പുതിയൊരു കേരളത്തിൻ്റെ മാറ്റം ഒരുമിച്ച് ഇന്ത്യയുമായി ഒരുമിച്ച് നീങ്ങാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 2020 ഇപ്പോൾ ഈ അലയൻസിന് തയ്യാറായിരിക്കുന്നത്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJP എങ്ങനെയായിരിക്കും പെർഫോമൻസ്? തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അലയൻസ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേദിയൊരുക്കുകയാണ്. കാരണം 2020യും NDAയും തമ്മിലുള്ള സഖ്യം ഇവിടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾക്കും വലതുപക്ഷ പാർട്ടികൾക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ്. വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഈ ഒരു സഖ്യത്തെ ആശ്രയിച്ചാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത് ഒരു വികസിത കേരളത്തെക്കുറിച്ച് മാത്രമാണ്. ആ ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി NDAയോടൊപ്പം ഞങ്ങളും ഒരുമിച്ച് കൈകോർക്കും. അത് ഈ കേരളത്തിൻ്റെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.